കേന്ദ്രമന്ത്രിസഭയിൽ അഴിച്ചുപണി. ജൂൺ 2-ാം വാരത്തോടെ മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാകും. ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം നഷ്ടമായേക്കും. സമ്പൂർണ്ണ മന്ത്രിസഭായോഗം ഈ മാസം 21-ന് ചേരും. വിവിധ പദ്ധതികളുടെ നടത്തിപ്പ്, മന്ത്രിമാരുടെ പ്രകടനമടക്കം യോഗത്തിൽ വിലയിരുത്തും. നോബിൾ മാരിക്കാൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടനയിൽ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രി ജോർജ് കുര്യന്റെ സ്ഥാനം നഷ്ടമാകുമെന്നുള്ള സൂചനകളാണോ? വേറെ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരാനിരിക്കുന്നത്? സ്മൃതി, കേന്ദ്രമന്ത്രിസഭയിൽ ഒരു വലിയ അഴിച്ചുപണിയാണ് വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വരുന്ന 21-ാം തീയതി വിശാല മന്ത്രിസഭാ യോഗം വിളിച്ചിട്ടുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളുടെ ഒരു അവലോകനം, ഒപ്പം നിരവധി പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷതയാണ് ഈ മന്ത്രിസഭാ യോഗം വിളിച്ചിരിക്കുന്നത്. മന്ത്രിസഭാ പുനഃസംഘടന നടക്കുമ്പോൾ നിലവിൽ ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിൽ പല സംസ്ഥാനങ്ങളും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJP കഴിഞ്ഞു. പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ വിജയം ഉണ്ടായി. കേരളത്തിലാണെങ്കിൽ പോലും സീറ്റുകൾ നേടാൻ കഴിഞ്ഞ സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ മന്ത്രിസഭയിൽ ഉണ്ടായേക്കും എന്ന സൂചന ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലത്തെ സഹമന്ത്രി ജോർജ് കുര്യൻ, അദ്ദേഹം മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിൽ എത്തിയ അംഗമാണ്. അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി ഈ ജൂണിൽ അവസാനിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് കാലാവധി വീണ്ടും നീട്ടി നൽകുമോ എന്ന കാര്യത്തിൽ ചില ആശയക്കുഴപ്പം ഉണ്ട് എന്ന സൂചന പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടമായി മറ്റാർക്കെങ്കിലും മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ആർക്കെങ്കിലും നൽകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന അടക്കം നടത്തിക്കൊണ്ട് ഒരു പുതിയ മുഖമാറ്റങ്ങൾ, അത് പുതിയ ഒരു മാറ്റം കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ചർച്ചകൾ 21-ന് നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇന്റേണൽ ചർച്ചകൾ കൃത്യമായി തന്നെ BJPക്ക് അകത്തും ആഭ്യന്തരമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. വലിയ മാറ്റങ്ങൾ, പക്ഷേ കേരളത്തിനൊക്കെ മറ്റാരെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മന്ത്രിസഭയിലേക്ക് എത്തുമോ എന്നതൊക്കെ വലിയ ആകാംക്ഷയാണ്. കാരണം 3 സീറ്റുകൾ BJPയോട് വിജയിച്ച സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രാതിനിധ്യം കേരളത്തിൽ ലഭിക്കുമോ എന്നതൊക്കെ വലിയ ആകാംക്ഷയെ അവശേഷിക്കുകയാണ്. സ്മൃതി, ശരി, കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്.